നിങ്ങൾ പണിയാൻ പോകുന്ന വീടിന്റെ ബഡ്ജറ്റിൽ ഒരു 20% വരെ ലാഭിക്കണമെങ്കിൽ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്നലെ ഞാൻ 5 കാര്യം പറഞ്ഞു തന്നു. ഇന്നിപ്പോൾ 6ാമത്തെ തുടങ്ങാം. 6ാമത്തെ എന്താ വെച്ചാൽ ഇലക്ട്രിക്കിന്റെ പ്ലാനിങ് അതായത് തന്നെ നമ്മൾ തീരുമാനിക്കുക. സ്വിച്ച് എവിടെ വെക്കണം, അതുപോലെ മറ്റുള്ള പ്ലഗ്, ലൈറ്റ്, AC ഇതിൻ്റെ ഒക്കെ സ്ഥാനം ആദ്യം തന്നെ നമ്മൾ നിർണ്ണയിക്കണം പണി തുടങ്ങുന്നതിന് മുന്നേ. ഓക്കെ. 7ാമതായിട്ട് പ്ലംബിങ്ങിന്റെ ലേഔട്ട് ആദ്യം തന്നെ ചെയ്തു നോക്കും. ഒരു വെള്ള ഇതിലെ പോകണം, ഇതിലൊക്കെ വരണം, അതൊക്കെ ആദ്യം തന്നെ അതിൻ്റെ ലൈനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പൊളിക്കാനും കുത്തി പൊളിക്കാനൊന്നും ആവശ്യം ഉണ്ടാവില്ല. 8ാമതായിട്ട് വെന്റിലേഷൻ നല്ല രീതിയിൽ ചെയ്യുക. കാറ്റും പൊളിച്ചും വരുന്ന രീതിയിൽ നമ്മൾ വെന്റിലേഷനൊക്കെ ശരിയാക്കി വെക്കുക. ജനലൊക്കെ നല്ല രീതിയിൽ വെക്കുക, കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ 9ാമത്തെ വാട്ടർ പ്രൂഫിങ് ചെയ്യുക. നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യരുത്. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മഴക്കാലമായി കഴിഞ്ഞ് വെള്ളം ചോരില്ല. വെള്ളം ചോർന്നാൽ എന്താ പ്രശ്നം? ചെമ്മരനെ ബാധിക്കും, അവിടെ കിളിപ്പ് വരും. കിളിപ്പ് വന്നാൽ പിന്നെ എന്താവും? അതിൻ്റെ ഫലമായിട്ട് പെയിന്റ് അടർന്നു പോകും. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒറ്റ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും. പിന്നെ 10ാമത്തെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് സൈറ്റിലൊക്കെ ഒന്ന് ദിവസേന ചെല്ലാൻ പറയില്ല. ഓരോ ഘട്ടം കഴിയുമ്പോഴും നിങ്ങൾ അവിടെ ഒന്ന് സന്ദർശിക്കണം. ഇതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എത്ര മെറ്റീരിയൽ ഇറങ്ങി, എത്ര മെറ്റീരിയൽ പണിതു ഉപയോഗിച്ചു, അതുപോലെ തന്നെ എത്ര പണി വരെ നടന്നെന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പറഞ്ഞ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 20% വരെ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും നല്ലൊരു വീട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബും ചെയ്യാം. ബൈ.